ഹലോ, വെൽക്കം ടു ഡിവൈൻ ഡ്രോപ്സ്. ഇന്ന് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവാം. എൻ്റെ ഫ്രണ്ട് ലിസയുടെയും അനൂപിൻ്റെയും മോള് എലിസബത്തിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം ചെറിയൊരു പാർട്ടി, ഒത്തിരി ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല താമസിച്ചിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് പോയി ഒന്ന് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരാമെന്ന് കരുതുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 8:30 എത്തി. അച്ചാച്ചന് കുറച്ച് ദൂരെയാണ്, അപ്പം വന്ന് ഒരു 9:30 അച്ചാച്ചൻ വന്നപ്പം അപ്പോഴത്തേനും ഞാൻ റെഡിയായി. പിന്നെ അച്ചാച്ചനും കൂടെ റെഡിയായി. നമുക്ക് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊരു ഫങ്ഷനേ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എന്താ ബിസി ലൈഫിൽ ചെറിയൊരു ഇതൊക്കെ ഒരു രസമല്ലേ, അപ്പം പോയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ഉള്ള വീഡിയോസൊക്കെ കുറച്ച് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമേ. സത്യം പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടാണ് വന്നത്. ഇന്ന് നല്ല ബിസിയുള്ളൊരു ദിവസമായിരുന്നു. എങ്കിലും അവളുടെ വീട്ടിൽ പോകണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരുങ്ങി നമുക്ക് പോവാം. അച്ഛൻ റൂമൊക്കെ പൂട്ടുവാണേ, നമുക്ക് പോകാം. എനിക്കറിയില്ല അവിടെ ഒത്തിരി ആൾക്കാരുണ്ടോ എന്നൊക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അച്ഛൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് പോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പോകാം. തൊട്ടടുത്ത് തന്നെയാണ് വീട്, അതുകൊണ്ട് നോ പ്രോബ്ലം. അവളെത്തി. ഇതാണ് ലിസ. അപ്പം നമുക്ക് അകത്ത് കയറാം. എനിക്കറിയില്ല ഒത്തിരി ആളുണ്ടോയെന്ന്, ചിലപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഓൾറെഡി പാർട്ടി കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ ചെന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. കേക്കൊക്കെ ഓൾറെഡി മുറിച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കുഞ്ഞ് എലിസബത്ത്. പുള്ളിക്കാരിക്ക് എൻ്റെ മാലയും ഡ്രസ്സും ഒക്കെയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ എലിസബത്തിൻ്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവളെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അവർ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നവരാണ്. അപ്പം ഞങ്ങളാണ് ലേറ്റായിട്ട് വന്ന ആൾക്കാർ. അപ്പം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി എനിക്ക് നാളെയും ഡ്യൂട്ടി ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകണം. ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയ പാർട്ടിയൊന്നുമല്ല, ചെറിയൊരു പാർട്ടിയാണ്. ഹോള് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് അവൾ വീട്ടിൽ തന്നെ വെച്ചു. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. എങ്കിലും കുഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നാണ് മനസ്സിലാക്കിയത്. പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ പാർട്ടിയും കഴിഞ്ഞു. അപ്പം പിന്നെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഇത് കുഞ്ഞി ലിസയുടെ കുറച്ച് ഫോട്ടോസാണ്. ജനിച്ചപ്പം മുതലുള്ള ചെറിയ ഫോട്ടോസെല്ലാം കൂടെ അവൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഫുഡ് കഴിച്ചു. അവരൊക്കെ വീട്ടിൽ പോകാൻ റെഡി ആയിട്ട് എണീച്ച് നിൽക്കുവാണ്. അപ്പം അങ്ങനെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും ഒരു സന്തോഷം, ഞങ്ങൾക്കും ഒരു സന്തോഷം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാം കൂടി നിന്നിട്ട് ഒരു ചെറിയൊരു ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തു. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഞാനിത് വീഡിയോ ആക്കുമെന്ന്. അപ്പം അതുകൊണ്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ അതിന് വേണ്ടിയിട്ട് എടുക്കുവാണ്. എല്ലാം ഒന്നും പ്ലാൻഡ് അല്ല, പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞു ലിസയുടെ ബർത്ത്ഡേക്ക് പോയി. ഞങ്ങളെല്ലാം കൂടെ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരും തന്നെ നല്ല തിരക്കുള്ളവരാണ്. എങ്കിലും കുറച്ച് സമയം എല്ലാത്തിനും വേണ്ടിയിട്ട് കണ്ട് എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ എന്തായാലും ഞാനിവിടെ നിർത്തുവാണ്. കാരണം അല്ലെങ്കിൽ ഇതിന് ലോങ്ങായി പോവും. പിന്നെ എല്ലാവർക്കും തിരക്കുണ്ട്, എനിക്കും തിരക്കുണ്ട്. തിരക്ക് കൂടുതൽ കൊണ്ടാണ് വീഡിയോസൊന്നും അധികം അപ്ലോഡ് ചെയ്യാത്തത്. എന്നാലും നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ് മീ.
വീണ്ടും നല്ല വീഡിയോസായിട്ട് തിരിച്ചു വരാം കേട്ടോ. ബൈ. സീ യു ലേറ്റർ. ബൈ.